ഇന്തോനേഷ്യയിലെ വിചിത്രമായ ഒരു ആചാരത്തെക്കുറിച്ച് അറിയാം. ഇന്തോനേഷ്യക്കാരുടെ മനേൻ എന്ന ആചാരം. ഇന്തോനേഷ്യയിലെ സുലവേസിയിലെ ടൊറാജൻ ജനത ആചരിക്കുന്ന ഒരു സവിശേഷവും ആകർഷകവുമായ പാരമ്പര്യമാണ് മനേൻ. വർഷത്തിലൊരിക്കൽ, പലപ്പോഴും ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിലെ വിളവെടുപ്പ് കാലത്തിനു ശേഷം അവർ മനേൻ എന്ന ആചാരം നടത്തുന്നു. അതായത് ശവശരീരങ്ങൾ വൃത്തിയാക്കുകയും പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുകയും ചെയ്യുന്നു. മനേൻ സമയത്ത് കുടുംബത്തിലെ അംഗങ്ങൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കും. ചിലപ്പോൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി പോലും കുഴിച്ചിട്ട മൃതദേഹങ്ങളാവാം അവ. അവർ അവശിഷ്ടങ്ങൾ ശ്രദ്ധാപൂർവം വൃത്തിയാക്കുന്നു. പുതിയതും പലപ്പോഴും തിളക്കമുള്ളതും ഉത്സവപരവുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവർക്ക് ഭക്ഷണവും പാനീയങ്ങളും ചിലപ്പോൾ സിഗരറ്റുകളും വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ ശവപ്പെട്ടികൾ നന്നാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യുന്നു. ഇതിനെ ഒരു അസുഖകരമായ സംഭവമായിട്ടല്ല, മറിച്ച് അവരുടെ പൂർവികരെ ബഹുമാനിക്കുന്നതിനും ശക്തമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും മരിച്ചുപോയവരോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിനുമുള്ള ആഴത്തിലുള്ള അർത്ഥവത്തായ ഒരു മാർഗമായി കാണുന്നു. കുടുംബങ്ങൾക്ക് ഒത്തുകൂടാനും കഥകൾ പങ്കിടാനും അവരുടെ പൈതൃകവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള സമയം കൂടിയാണിത്. ചിലർ അവരുടെ ബന്ധുക്കളുടെ മമ്മി ചെയ്ത അവശിഷ്ടങ്ങൾക്കൊപ്പം ഫോട്ടോകൾ എടുക്കുന്നു. ടൊറാജൻ ജനതയ്ക്ക് മരണത്തെക്കുറിച്ച് ഒരു സവിശേഷ വീക്ഷണമുണ്ട്. അത് ക്രമേണയുള്ള ഒരു പ്രക്രിയയായി കാണുന്നു. വിപുലമായ ശവസംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് ഒരുക്കത്തിനും ധനസഹായത്തിനും മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. മരിച്ചവരെ പലപ്പോഴും അവരുടെ വീടുകളിൽ തന്നെ പാർപ്പിക്കുകയും രോഗികളെ പോലെ പരിഗണിക്കുകയും ചെയ്യുന്നു. കുടുംബാംഗങ്ങൾ അവർക്ക് ഭക്ഷണവും പാനീയങ്ങളും നൽകുന്നു. മനേൻ ചടങ്ങ് അവരുടെ പൂർവികരോടുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെയും കരുതലിൻ്റെയും തുടർച്ചയാണ്. മനേനിൻ്റെ ഉത്ഭവകഥ എന്തെന്നാൽ, പർവ്വതങ്ങളിൽ അവഗണിക്കപ്പെട്ട ഒരു മൃതദേഹം കണ്ടെത്തിയ പോങ് റുമാസക് എന്ന വേട്ടക്കാരനെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം ശരീരത്തെ പരിപാലിച്ചു, അതിനെ വസ്ത്രം ധരിപ്പിച്ചു. അത് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടുവന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ പ്രവൃത്തി പിന്നീട് പ്രചോദനമായതായി പറയപ്പെടുന്നു.